ഹായ് കൂട്ടുകാരെ, ഒരു യാത്ര നമ്മൾ പോവുകയാണ്. വീണ്ടും ഒരു ഗ്രാമ കാഴ്ചകളിലേക്ക് തന്നെയാണ്. ഈ വഴി ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ? നമ്മുടെ ആനവിലാസം കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയുള്ള വള്ളക്കടവ് ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ. ഒരു 5-8 വർഷം കഴിയുമ്പോൾ കട്ടപ്പന എന്ന് പറയേണ്ട വരുന്ന ഒരു ചെറിയ ഗ്രാമം എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഹൈ ക്ലാസ് വീടുകളുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏറ്റവും കൂടുതൽ ഫിലിം ലൊക്കേഷൻ തൊടുപുഴയാണെങ്കിൽ കട്ടപ്പനയിൽ ഏറ്റവും കൂടുതൽ ഫിലിമിൻ്റെ ലൊക്കേഷനായിട്ടുള്ള ഒരു ഗ്രാമമാണ് വള്ളക്കടവ് എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ആ ഗ്രാമത്തിലേക്ക് നമ്മൾ അടുക്കാറായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് മനോഹരമായ വീടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ കുമിളിക്കും, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയത്തിന് പോകാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഏതാണ്ട് കട്ടപ്പനയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്ററൊക്കെ മാറിയ നമുക്ക് കാണാൻ പറ്റുന്ന വള്ളക്കടവ് എന്ന് പറയുന്ന ചെറിയ ഗ്രാമമാണ്. ഇവിടെ വള്ളവുമില്ല, ശരിക്കും കടവുമില്ല. പടങ്ങാണ്ട് ഇവിടെ ഒരു വള്ളം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പേര് വീണതെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവ് പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ ഈ കാണുന്ന വഴിയെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വള്ളക്കടവിൽ നിന്ന് കോട്ടയം പോകാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ. ഇത് ശരിക്കും പഴയ കാലത്തെ കട്ടപ്പന കോട്ടയം വഴിയായിരുന്നു എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. ഇവിടെ നിന്ന് നമുക്ക് 20 ഏക്കറിനൊക്കെ പോകാൻ വഴിയുണ്ട്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നരിയമ്പാറ കൂടി നേരെ വെള്ളിലാങ്കണ്ടത്ത് ചെന്ന് ചാടും കേട്ടോ. അപ്പം ആ ഒരു വഴിയുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ കുറേ ധാരാളം വീടുകളും കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പള്ളി ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വഴി നമുക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന മലയില്ലേ, അതാണ് നമ്മുടെ മേട്ടുക്കുഴി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസിലിരിക്കുന്ന സ്ഥലം അല്ലേ. എന്താണെങ്കിലും നല്ല കിടിലനായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ വള്ളക്കടവ് ഗ്രാമത്തെ ഇപ്പോൾ ഏറ്റവും പ്രശസ്തമാക്കിയത് ഈ പുതിയതായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന പള്ളി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പള്ളിയുടെ ഒരു ഗ്രോട്ട കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുമിളി റൂട്ടിലേക്ക് കയറാൻ പറ്റും. നമ്മുടെ ആനവിലാസം കുമിളി റൂട്ടില്ലേ, അങ്ങോട്ട് കയറാൻ വേണ്ടി സാധിക്കും. ഈ വള്ളക്കടവ് ഗ്രാമത്തെ ഏറെ പ്രശസ്തമാക്കുന്നത് ഇന്ന് ഈ പള്ളി തന്നെയാണ് കേട്ടോ. വള്ളക്കടവ് സെൻറ് ആനീസ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസ് ഇല്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകളൊക്കെ കണ്ടോ. എന്താണെങ്കിലും ഈ പള്ളി ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏറെ വൈറലായ ഒരു പള്ളി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പള്ളി ഈ ഗ്രാമത്തിൻ്റെ ഐക്കനാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എന്താണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകളില്ലേ, അടിപൊളിയല്ലേ. അവിടെ പണ്ടൊരു കോളേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും നമ്മൾ അവിടെ കയറി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കോട്ടയത്തിന് പോകാനുള്ള ഒരു ചെറിയ വഴിയുമുണ്ട്. എന്താണെങ്കിലും ഗംഭീരമായ ഒരു ആംബിയൻസ്. വള്ളക്കടവ് ഗ്രാമത്തിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കട്ടപ്പനയിലെ ഏറ്റവും കൂടുതൽ ഫിലിമിൻ്റെ ലൊക്കേഷൻ ആയിരിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്നത്. അതുകൂടാതെ പിന്നെ നമുക്ക് നമ്മുടെ കുഴൽപ്പാലമൊക്കെ ഇരിക്കുന്ന പടുക എന്ന് പറയുന്ന സ്ഥലമാണ് പിന്നെ ലൊക്കേഷൻ ആയിരിക്കുന്നത്. ഈ സ്കൂൾ കണ്ടോ, സെൻറ് ആനീസ് LP സ്കൂൾ വള്ളക്കടവ്. അടിപൊളിയല്ലേ, നല്ല പഴയ കാലത്തെ പോലെ കല്ലും കൊണ്ടൊക്കെ പണിതിരിക്കുന്ന സ്കൂള്. സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു കോൺവെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്കൂളിനോട് ചേർന്ന് LP സ്കൂള്, UP സ്കൂള്,
അതുകൂടാതെ കോൺവെൻറ്റ്, അത്ര ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ വള്ളക്കടവ് ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോട്ടയം കുമിളി റൂട്ടിൽ കൂടെയാണ് പോകുന്നത്, കോട്ടയം വള്ളക്കടവ് റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. പഴയകാല വഴി ഇതായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിവ് കേട്ടോ. അതിനുശേഷമാണ് നരിയമ്പാറ കൂടി പുതിയ വഴി ഉണ്ടായത്. പണ്ടത്തെ കാലത്തെ ഒരു ചരിത്രമാണ് ഇപ്പോൾ പറയണത്. അപ്പം ഈ വഴി ഇങ്ങനെ വെള്ളിലാങ്കണ്ടത്ത് ചെന്ന് ഇടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ നിന്ന് ധാരാളം ബൈപ്പാസുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 20 ഏക്കറും നരിയമ്പാറയ്ക്കൊക്കെ തിരിയുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മളങ്ങനെ ഏതാണ്ട് സഞ്ചരിച്ച് ഇപ്പോൾ നിലവിൽ വള്ളക്കടവ് എന്ന് പറയുന്ന മനോഹരമായ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും 20 ഏക്കർ എന്ന് പറയുന്ന ഒരു ബോർഡും അതിനോടുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മല കേട്ടോ. അത് നമ്മുടെ മേട്ടുക്കുഴി മലനിരകളാണ് കാണുന്നത്. നമ്മൾ മേട്ടുക്കുഴിക്ക് ഇതിനു മുമ്പ് നമ്മൾ യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് 20 ഏക്കർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വള്ളക്കടവ് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിന്ന് ഈ സ്പോട്ട് ശരിക്കും 20 ഏക്കറിന് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. കട്ടപ്പന 20 ഏക്കറിലേക്ക് നമുക്ക് ഈ വള്ളക്കടവിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ. അതുപോലെയുള്ള നിരവധി വഴികൾ നമുക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് കട്ടപ്പനയായിട്ടും അതുപോലെ കോട്ടയം കട്ടപ്പന മെയിൻ റോഡുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് ഈ വള്ളക്കടവ് ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ആ മല അടിപൊളി ഒരു മലയല്ലേ, നമ്മുടെ മേട്ടുക്കുഴി മലനിരകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ 2 സൈഡിലും നമുക്ക് ധാരാളമായിട്ടുള്ള ഷോപ്പുകൾ കാണാൻ പറ്റി സാധിക്കും. നിരവധിയായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ, വളക്കടകൾ, അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങൾ, ബേക്കറികൾ, അങ്ങനെയുള്ള ഒട്ടനവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുള്ള ഒരു കിടിലിന ഒരു ഗ്രാമമാണ് വള്ളക്കടവ് എന്ന് പറയുന്നത്. അങ്ങനെ കൂടെ യാത്ര ചെയ്ത് നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ സെൻട്രൽ ജംഗ്ഷൻ കേട്ടോ. പണ്ട് ഇവിടെ ഒരു വാഗ മരമായിരുന്നു. അത് പൂത്തു നിൽക്കുന്ന പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്താണ് ഇത്, ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കുമിളിക്കും വെള്ളാരംകുന്നിനും അതുപോലെ തന്നെ ആനവിലാസത്തിനും ഒക്കെ തിരിഞ്ഞു പോകുന്നത്. നമ്മൾ ഈ സെൻട്രൽ ജംഗ്ഷനിൽ വന്നാൽ ധാരാളം പുതിയതും പഴയതുമായിട്ടുള്ള ധാരാളം കടകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. മാത്രമല്ല ചെറിയൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അതിനോട് ചേർന്ന് തന്നെ ധാരാളം കടകളൊക്കെ ഉണ്ട് കേട്ടോ. കട്ടപ്പനയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വള്ളക്കടവ് വരെയുള്ള യാത്ര തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വഴിയുടെ ഇരു സൈഡും ധാരാളം വീടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇടുക്കിയിലെ ഏറ്റവും വലിയ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഈ വള്ളക്കടവ് ഗ്രാമത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുമിളിക്ക് പോകുന്ന വഴിയും അതുപോലെ കോട്ടയത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയും അതുപോലെ കട്ടപ്പനയ്ക്ക് തിരിഞ്ഞു പോകുന്ന വഴിയും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് ശരിക്കും വള്ളക്കടവ് എന്ന് പറയുന്ന ഈ മനോഹര ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ വള്ളക്കടവ് ഗ്രാമത്തിൻ്റെ സെൻട്രൽ ജംഗ്ഷൻ നിങ്ങൾ കണ്ടില്ലേ. ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കുമിളി റൂട്ടിലേക്ക് കുറച്ച് ദൂരം നമുക്ക് പോയാലോ. ആനവിലാസവും വെള്ളാരംകുന്ന് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുവഴി യാത്ര ചെയ്ത് പോയതാണ്. ഇത് കാണുന്നതാണ് ശരിക്കും കുമിളിക്ക് പോകുന്ന വഴി കേട്ടോ. നമ്മൾ അടിമാലി കുമിളി ദേശീയപാത. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് മനോഹരമായിരിക്കുന്ന ഒരു കുരിശുപള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ ബിൽഡിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ വഴി നമ്മൾ ഇതിനു മുമ്പ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു, ആനവിലാസവും വെള്ളാരംകുന്നും ഒക്കെ കാണാൻ വേണ്ടി. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ വള്ളക്കടവ് ഗ്രാമവും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഹൈ ക്ലാസ് വീടുകളുണ്ട്. നമ്മുടെ ഇടുക്കിയിലെ ഏറ്റവും വലിയ വീടിരിക്കുന്നതും ഈ വള്ളക്കടവ് ഗ്രാമത്തിലാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകത നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നിങ്ങൾ നോക്കിയ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് അല്ലേ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
അപ്പോളെ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ കട്ടപ്പനയ്ക്കടുത്തുള്ള വള്ളക്കടവ് ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.